വിവാദമായ പാലക്കാട് മാട്ടുമന്ത പൊതുശ്മശാനത്തിലെ ജാതി മതിൽ NSS പൊളിച്ചു നീക്കി. പൊതുശ്മശാനത്തിൽ NSSന് പ്രത്യേകമായ ഷെഡ് നിർമ്മിക്കാൻ പാലക്കാട് നഗരസഭ അനുമതി നൽകിയിരുന്നു. അനുവദിച്ച സ്ഥലത്ത് അനധികൃതമായി NSS മതിൽ പണിയുകയായിരുന്നു. നഗരസഭാ നിർദ്ദേശത്തെ തുടർന്നാണ് മതിൽ പൊളിച്ചത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വലിയ വിവാദമായിരുന്നു. NSSന് പിന്നാലെ മറ്റ് ജാതി സംഘടനകളും ഈ രൂപത്തിൽ പ്രത്യേക ഭൂമി വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് നടപടിയുമായി ബന്ധപ്പെട്ട NSSന്റെ പ്രതികരണം? സ്മൃതി, കേട്ടുകേൾവിയില്ലാത്ത ഒരു അനുമതിയായിരുന്നു പാലക്കാട് നഗരസഭ NSSന് പ്രത്യേകമായി നൽകിയിരുന്നത്. പൊതുശ്മശാനത്തിന്റെ അകത്തുള്ള 20 സെന്റ് സ്ഥലം NSSന് ഒരു ഷെഡ് നിർമ്മിക്കാൻ വേണ്ടി പാലക്കാട് നഗരസഭ അധികൃതർ നൽകുകയായിരുന്നു. മഴക്കാലത്ത് സംസ്കാര ചടങ്ങുകൾ നടത്താൻ ഷെഡ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് NSS ഒരു കത്ത് നഗരസഭയ്ക്ക് നൽകുന്നു. ആ കത്തിന് മേൽ പിന്നീട് ഒരു അനുമതി NSSന് തിരിച്ച് നഗരസഭ നൽകുകയായിരുന്നു. പക്ഷേ ഷെഡ് നിർമ്മിക്കാൻ ലഭിച്ച 20 സെന്റ് സ്ഥലത്ത് NSS വലിയ പടം കരയോഗം ഭാരവാഹികൾ ചെയ്തത് ആദ്യം തന്നെ ഒരു മതിൽ പണിയുകയായിരുന്നു. NSSന് മാത്രം നൽകിയിട്ടുള്ള ഒരു പ്രത്യേകമായി നൽകിയ ആ 20 സെന്റ് സ്ഥലത്തായിരുന്നു ഇത്തരത്തിൽ ഒരു മതിൽ പണിത്. ഇതിനുശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പരാതികളും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നഗരസഭയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. വിവിധ ജാതി സംഘടനകൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തങ്ങൾക്കും സ്ഥലം അനുവദിക്കണം, എങ്ങനെയാണോ NSSന് പ്രത്യേകമായുള്ള ഒരു അനുവാദം നൽകിയത് അതേ അനുവാദം തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയെ സമീപിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വിവാദത്തിൽ നഗരസഭ ഇടപെട്ടത്. എല്ലാ നിർമ്മാണ പ്രവർത്തികളും ഈ മേഖലയിൽ നിർത്തിവെക്കാൻ വേണ്ടി NSSന് നഗരസഭ നിർദ്ദേശം നൽകുകയായിരുന്നു. ആ നിർദ്ദേശത്തിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ NSS കരയോഗം ഭാരവാഹികൾ തന്നെ ഈ മതിൽ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ജാതി മതിൽ ഉണ്ടായത് വലിയ രീതിയിൽ വിവാദമാവുകയും പ്രതിഷേധം ഉണ്ടാക്കുകയും എല്ലാം ചെയ്തതാണ്. ആ വിവാദങ്ങൾക്കെല്ലാം ശേഷം നഗരസഭ ഇടപെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നു. ആ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് ശേഷമാണ് ഇപ്പോൾ NSS കരയോഗം ഭാരവാഹികൾ ഇടപെട്ടുകൊണ്ട് പാലക്കാട് മാട്ടുമന്ത പൊതുശ്മശാനത്തിന് അകത്ത് നിർമ്മിച്ച ഈ മതിൽ പൊളിച്ചു നീക്കിയിട്ടുള്ളത്. സ്മൃതി.